ഹായ് ഗെയ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ക്യാപ്റ്റൻ ബ്രോ. ഇന്ന് ഞാൻ വന്നു നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ ഒരു പ്രത്യേകത പേരുള്ള ഒരു സ്ഥലത്താണ്. നമുക്കറിയാം, പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമ കേരളത്തിൽ ആദ്യമായി കാലുകുത്തിയത് കോഴിക്കോടുള്ള കാപ്പാട് ബീച്ചിലായിരുന്നു. ആ കാപ്പാട് എന്ന ആ ഒരു സ്ഥലവുമായിട്ടുള്ള പേരിനോട് ഏറെ സാമ്യമുള്ള ഒരു സ്ഥലത്താണ് ഞാൻ വന്നു നിൽക്കുന്നത്. കോട്ടയം ജില്ലയിലെ കപ്പാട് എന്ന് പറയുന്ന സ്ഥലം. നമ്മളിനി കപ്പാടിലെ കാഴ്ചയിലേക്ക് പോവുകയാണ് ഗേസ്. കോട്ടയം ജില്ലയിലെ ചെറിയൊരു ഗ്രാമപ്രദേശമാണ് കപ്പാട്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഈരാറ്റുപേട്ടയിലേക്ക് പോകുന്ന പ്രധാന പാതയിലാണ് കപ്പാട് എന്ന ഗ്രാമവും സ്ഥിതി ചെയ്യുന്നത്. കാഞ്ഞിരപ്പള്ളിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലമാണിത്. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന സ്ഥലവും കൂടിയാണ് കപ്പാട്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും കപ്പാടിലേക്ക് വരുമ്പോൾ കാണുന്ന ബോർഡാണ് നമ്മൾ കണ്ടത്. പ്രധാന പാതയായതിനാൽ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഈരാറ്റുപേട്ടയിൽ നിന്നും കപ്പാടിലേക്ക് വരുന്ന ഭാഗമാണിത്. റോഡിനോട് ചേർന്ന് ഇവിടെ ഇതാ ചെറിയൊരു കടയും കാണാം. കടയ്ക്ക് മുന്നിൽ കുറച്ച് ചേട്ടന്മാരെയും കാണാൻ കഴിയും. അവർ എൻ്റെ ക്യാമറയ്ക്ക് മുമ്പിൽ ക്യാപ്റ്റൻ ബ്രോ എന്ന് പറയുന്നതും കേൾക്കാം. കാപ്പാട് ജംഗ്ഷനിൽ ഇവിടെയായി ഒരു റോഡും കാണാം. റോഡിനോട് ചേർന്ന് ഓട്ടോ സ്റ്റാൻഡും മറ്റൊരു വലിയ കെട്ടിടവും കാണാം. സമീപ പ്രദേശമായ തമ്പലക്കാട് എന്ന സ്ഥലത്തേക്ക് ഇവിടെ നിന്നും പോകാൻ കഴിയും. ആ വഴി ഒരു ബസ് അപ്പോൾ കടന്നു വന്നു. യാത്രക്കാരെ കപ്പാടിലിറക്കി ബസ് കാഞ്ഞിരപ്പള്ളിയിലേക്ക് തിരിഞ്ഞു. എതിർവശത്ത് നിന്നും അപ്പോൾ മറ്റൊരു ബസ്സും കടന്നുപോയി. ബസ് പോയതിൻ്റെ പിന്നാലെ ഒരു സൈക്കിൾ യാത്രക്കാരനെയും എൻ്റെ ക്യാമറയ്ക്ക് മുന്നിലൂടെ കടന്നുപോയി. പണ്ട് നമ്മുടെ നാട്ടിൽ ഏറെ ഉപയോഗിച്ച സാധാരണക്കാരൻ്റെ വാഹനമായിരുന്നല്ലോ സൈക്കിൾ. വീണ്ടും സൈക്കിളും സൈക്കിൾ യാത്രക്കാരനെയും കണ്ടപ്പോൾ പഴയകാല ഓർമ്മകൾ ഓടിയെത്തി. കാപ്പാട് സിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ ഈ കാഴ്ചകൾ ക്യാമറയിൽ പകർത്തിയത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കപ്പാട് സിറ്റി ഒന്നും കൂടി സുന്ദരമായി കാണാൻ കഴിയും. നിരനിരയായി നിരവധി വാഹനങ്ങളാണ് ഇപ്പോൾ ഇതുവഴി കടന്നു പോകുന്നത്. കാപ്പാടിൻ്റെ ആകാശ കാഴ്ചകൾ ഞാൻ ഈ വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥനായ ചേട്ടനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നല്ലൊരു മനസ്സിനുടമയായ അദ്ദേഹത്തെയും ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തി. ഒരുപാട് നല്ല ആളുകളെ ഞാൻ എൻ്റെ യാത്രയിൽ കണ്ടു.